ഹായ് ഹലോ എവരി വൺ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സ്ലീവാണ്. നല്ലൊരു അടിപൊളി പഫ് പോലത്തെ സ്ലീവാണ്. നല്ല രസമാണ്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഉള്ളൊരു സ്ലീവ് കട്ടിംഗ് ആണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇത് നമ്മുടെ അളവിൻ്റെ സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ 6 സെൻറ്റിമീറ്റർ ആണ്, ഇഞ്ചസ് അല്ല, 6 സെൻറ്റിമീറ്റർ വിട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ രണ്ട് പേപ്പേഴ്സും തമ്മിൽ ജോയിൻറ്റ് വിടാതെ നമ്മൾ ശ്രദ്ധിക്കണം. ജോയിൻറ്റ് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് സെലോ ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ചിട്ടൊക്കെ ചെയ്യാം. വീണ്ടും നമ്മളിതാ അവിടെ നിന്ന് ഒരു 6 ഇഞ്ചസ് വിടണം. നമ്മുടെ ഓൺ ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 6 സെൻറ്റിമീറ്റർ വിട്ടതിന് ശേഷം ഇതുപോലെ വെക്കണേ. ഈ പോർഷനാണ് 6 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞത്. അതിന് ശേഷം ഇതുപോലെ വെക്കണം. എന്നിട്ട് ഞാനിവിടെ അത് ഇരിക്കാത്തത് കൊണ്ട് സെല്ലോ ടേപ്പൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വി പോലത്തെ ഷേപ്പ് അത് 8 സെൻറ്റിമീറ്റർ ആണ് കിട്ടേണ്ടത്. അപ്പോൾ അതും നമ്മൾ കൃത്യമായിട്ട് 8 സെൻറ്റിമീറ്റർ അളവെടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതിനകത്തൊന്നുമില്ല, അത് നമ്മൾ നേരത്തെ 6 സെൻറ്റിമീറ്റർ എടുത്ത് വെച്ചേക്കുള്ളൂ. അതേ അളവിൽ തന്നെ ആ 6 സെൻറ്റിമീറ്റർ മേളിലേക്ക് നമ്മൾ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യാം. നേരെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ അതുപോലെ 6 സെൻറ്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്യണം. ഇനി അതിൻ്റെ ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഇവിടെ ഈ വി ഷേപ്പിൻ്റെ അവിടെ എടുത്തതുപോലെ 8 സെൻറ്റിമീറ്റർ എടുത്ത് മാർക്ക് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ജോയിൻ ചെയ്ത് വെക്കാം. അങ്ങനെ രണ്ട് സൈഡും നമുക്ക് ജോയിൻ ചെയ്തിട്ട് മേളത്തെ പോർഷനും കൂടി നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇതിന് ശേഷം നമുക്ക് ഒരു 1/2 ഇഞ്ചസ് വിട്ടതിന് ശേഷം നമുക്ക് ഇതെല്ലാം ഒന്ന് വെച്ചാൽ നമ്മൾ ഈ വെച്ചേക്കുന്ന ഈ പോർഷൻ ഉണ്ടല്ലോ, സ്ലീവിന് മൊത്തത്തിൽ നമുക്കൊരു 1/2 ഇഞ്ചസ് ഒരു തയ്യൽ തുമ്പ് നമ്മൾ എടുക്കുന്നത് പോലെ വിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ മാർക്ക് ചെയ്യാം ആദ്യം. എന്നിട്ട് നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സ്ലീവാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആദ്യം ഞാൻ വിചാരിച്ചത് ഇത് ഭയങ്കര ടഫാണ്, ചെയ്തെടുക്കാൻ ഭയങ്കര പാടാണെന്നാണ്. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മളിത് ഇതുപോലെ കംപ്ലീറ്റ് ഒരു 1/2 ഇഞ്ചസ് വിട്ടതിന് ശേഷം ചുറ്റിലും ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമുക്കിതിനെ ഇനി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി സ്ഥിരം പറയുന്ന ഡയലോഗ് പറയാൻ സമയമായി. നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ സ്ഥിരം എല്ലാവരോടും പറയുന്നതാണ്, പക്ഷേ പുതിയതായിട്ട് ആരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമോ? 1000 എങ്കിലും ഒന്ന് എത്തിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് ഇത് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്കത് ഇങ്ങനെയാണ് കിട്ടുന്നത്. നമുക്കത് നൂത്ത് നോക്കാം. കണ്ടോ, രണ്ട് കൊമ്പ് പോലെ രണ്ട് സാധനം നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നമ്മുടെ ഫാബ്രിക്കിലോട്ട് നമുക്ക് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഫാബ്രിക്കിലോട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ സീം അലവൻസ് പോലെ 1/2 ഇഞ്ചസോ അങ്ങനെയൊന്നും വിടുന്നില്ല. കറക്റ്റ് നമ്മൾ എത്രയാണോ വരച്ചെടുത്തത് അതുപോലെ മാർക്ക് ചെയ്ത് അങ്ങനെ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി സീം അലവൻസിനുള്ള സ്പേസൊക്കെ വിട്ടിട്ടാണല്ലോ പേപ്പറിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇനിയിപ്പോൾ തുണിയിലേക്ക് അതൊന്നും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നമ്മൾ ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ പറഞ്ഞ ആ സെൻറ്റിമീറ്റർ കണക്ക് അതെല്ലാം കറക്റ്റായിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു പ്രശ്നവും നമുക്ക് ഇതിൽ വരാനില്ല. സിമ്പിളായിട്ട് വേഗം തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു സ്ലീവാണ്. ഇനി നമുക്ക് ഈ താഴത്തെ പോർഷൻ്റെ കണ്ടോ, ഈ കാണിക്കുന്ന അത് കറക്റ്റായിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. അത് നമ്മൾ താഴേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് മറിച്ചെടുക്കാനുള്ള പോർഷനാണ്. കാരണം ഈ ഭാഗമാണ് നമ്മുടെ സ്ലീവിൻ്റെ താഴ്വശമായിട്ട് വരുന്നത്. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ
ഒരു ഗ്യാപ്പിൽ ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പിൽ ഇങ്ങനെ വരച്ചതിന് ശേഷം നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ഇതൊരു ഓൺ ഫോൾഡ് പീസ് അല്ലായിരുന്നു, അതുകൊണ്ട് അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിന് ആദ്യം സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ച് ഞാൻ അതിനാണ് വിട്ടിട്ട് ഞാനിങ്ങനെ വരച്ചേക്കുന്നത്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ വി പോലെ വരുന്ന ഈ പോർഷനിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്ത് അതിനെ സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുക്കണം. എന്നിട്ട് നല്ലോണം ഒന്ന് അയൺ ചെയ്തെടുക്കുമ്പോൾ ശരിയാവും. അപ്പം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ആ സ്ലീവിൻ്റെ ആ പോർഷനുമായിട്ട് ജോയിൻ ചെയ്തിട്ട് പിന്നെ അയൺ ചെയ്ത് എടുക്കാം. ആദ്യത്തെ പരിപാടി ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ വീഡിയോയുടെ സ്പീഡൊന്നും കൂട്ടാതെ വളരെ സ്ലോയിലാണ് ഇത് കാണിക്കുന്നത്. കാരണം സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ ചില സമയത്ത് മനസ്സിലാകാതെ വന്നേക്കാം. അതുകൊണ്ടാണ് സ്പീഡൊന്നും കൂട്ടാത്തത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മളിത് ഇതുപോലെ വെച്ച് അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് തിരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ വീഡിയോ അത്രയും സ്ലോയിൽ ഞാൻ അതുകൊണ്ടാണ് കാണിക്കുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ എടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് അയൺ ചെയ്തിട്ട് നമുക്ക് എടുക്കണം. അതുപോലെ നേരെ ഓപ്പോസിറ്റ് സൈഡ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്ന സൈഡ് അല്ലാത്ത സൈഡും കൂടി ഒന്ന് ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. ഇത് നമ്മളിങ്ങനെ ചെയ്യുന്നതിന് പകരം ഒരു നമ്മുടെ ക്യാൻവാസും കൂടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്റ്റിഫായിട്ട് നല്ല കറക്റ്റായിട്ട് നിൽക്കുവേ. അപ്പം ഞാൻ ക്യാൻവാസൊന്നും വെക്കാതെ തന്നെ ഇതുപോലെ നല്ല രീതിയിൽ അയൺ ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സ്ലിറ്റ്സ് ഇട്ട് അയൺ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും. കണ്ടത് ഇങ്ങനെ നമ്മൾ അയൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി ഈ 2 കൊമ്പുള്ള പോർഷൻസ് രണ്ടും കൂടി നമ്മൾ ഒരുമിച്ച് വെച്ച് അവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ ഒരു പോർഷനാണ് ഇനി നമ്മൾ അടുത്ത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഷോൾഡർ പോയിൻ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തോന്നും. ആ പോർഷൻ ഇപ്പോൾ നമ്മുടെ ഇവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ആ പോർഷനാണ്. അവിടെ നമ്മൾ ഒരു ഗ്യാദേഴ്സ് പോലെ ആണ് ചെയ്തെടുക്കേണ്ടത്. കാണിച്ചു തരാം. ഇവിടെ ഉണ്ടല്ലോ ഇപ്പോൾ പിടിച്ചിരിക്കുന്ന ഈ ഭാഗം, അവിടെ നമുക്ക് ഒരു ഗ്യാദേഴ്സ് ഇടാം. ഗ്യാദേഴ്സ് ഇട്ടതിന് ശേഷം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞാനിതിൽ വളരെ അടുപ്പിച്ചാണ് ഗ്യാദേഴ്സ് ഇട്ടേക്കുന്നത്. അത് കുറച്ചും കൂടി ലൂസായിട്ട് ഗ്യാദേഴ്സ് ഇട്ട് കുറച്ച് ഗ്യാപ്പിട്ട് ഗ്യാദേഴ്സ് ഇട്ടാൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും എന്നെനിക്ക് തോന്നി. കാരണം അത് ഞാൻ സ്റ്റിച്ച് ചെയ്തതിനൊക്കെ ശേഷമാണ്. കണ്ടോ, ഞാൻ വളരെ അടുപ്പിച്ചാണ് ഗ്യാദേഴ്സ് ഇട്ടേക്കുന്നത്. എനിക്ക് ഇത്രയും അടുപ്പിക്കേണ്ട ആവശ്യമില്ല, ഇത്രയും ടൈറ്റ് ആക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ലൂസാക്കിയിട്ട് നമ്മൾ ഗ്യാദേഴ്സ് ഇട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗി വന്നേനെ എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം എങ്ങനെയാണോ അതുപോലെ ചെയ്യാം. ഇനി നമ്മൾ ഈ ഗ്യാദേഴ്സും നേരത്തെ നമ്മുടെ ആ സ്റ്റിച്ച് ചെയ്ത് വെച്ച ആ പോർഷനും കൂടിയിട്ട് നമ്മളിത് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യണം. കണ്ടോ, നമ്മൾ നേരത്തെ ആ ഒരു 2 ഷോൾഡർ പോലെ കൊമ്പ് പോലെ വന്ന ആ ഭാഗം നമ്മൾ ജോയിൻ ചെയ്തില്ലേ, അതിനെയും നമ്മളിപ്പോൾ എടുത്ത ഗ്യാദേഴ്സിനെയും കൂടി ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുക്കണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്കത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇങ്ങനെയാണ് നമുക്ക് അതിനെ രണ്ടിനെയും കൂടി ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി നമ്മുടെ കൊമ്പ് പോലത്തെ ആ ഭാഗത്തിന് ഇതുപോലൊരു സ്പേസ് ബാലൻസ് വരുന്നില്ലേ, അതിനെ നമ്മൾ വീണ്ടും അകത്തേക്ക് ആ ഒരു ഇതുമായിട്ട് ജോയിൻ ചെയ്യണം. കുറച്ച് ഭാഗമേ ജോയിൻ ചെയ്യാൻ വരത്തുള്ളൂ. കാരണം ഇത്തിരിയല്ലേ നമുക്ക് അവിടെ ആ ഗ്യാദേഴ്സ് പോലെ വരുന്നുള്ളൂ. അവിടത്തേക്ക് നമ്മൾ അകത്തേക്ക് വെച്ച് ജോയിൻ ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കണ്ടോ, നമ്മുടെ ആ സ്ലീവിൻ്റെ അവിടെ വരുന്നുണ്ട് നല്ലോണം അയൺ ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഈ നമ്മുടെ കണ്ണിലൂടെ കാണുന്ന ആ ഭംഗി ക്യാമറയിലൂടെ കാണാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് വരാം. ബൈ.